ലാലേട്ടൻ വെച്ചൊരു സിനിമ എടുക്കണം തോന്നിയിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സ്ത്രീകൾ നയിക്കുന്ന ലാലേട്ടൻ വെച്ചൊരു സിനിമ എടുക്കണം തോന്നിയിട്ടില്ല. ആഗ്രഹമുണ്ട്. നടക്കാത്തതല്ലല്ലോ. ഇല്ല ഒരിക്കലില്ല. ഞാൻ എടുക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ, ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. വൈകാതെ ഉണ്ടാവുമോ? ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പണിപ്പുരയിലാണ്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പണിപ്പുരയിലൊന്നുമില്ല. അങ്ങനെ ഒരു പണിപ്പുര ഡിസിഷനും കാര്യങ്ങളൊന്നും സ്ക്രിപ്റ്റുകളൊക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ല, ഇപ്പം ഒന്നുമില്ല. എന്തായാലും ഒരെണ്ണം ഉണ്ടാവും. അങ്ങനെ ഒന്ന് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് അതിലൊരു ഡിസിഷൻ അല്ല പറയുന്നത്, ആഗ്രഹമാണ് പറയുന്നത്. ലാലേട്ടൻ്റെ ആഗ്രഹം ഷെയർ ചെയ്തിട്ടുണ്ടോ? ലാലേട്ടൻ്റെ അടുത്ത് ആഗ്രഹമൊന്നും ഷെയർ ചെയ്തിട്ടില്ല. ഈ ആഗ്രഹം ആരോടെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നു ഉള്ളൂ. അപ്പം ഞാൻ സിനിമയിലേക്ക് പൂർണ്ണമായിട്ട് വരില്ലെന്നോ വരുമെന്നോ എന്നൊന്നും പറയുന്നില്ല. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇങ്ങനെ ഒരു സിനിമ എടുക്കണമെന്നുള്ളത്. സിനിമ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എടുക്കുന്ന സിനിമ ലാലേട്ടനായിരിക്കും എന്നും ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെയും ഞാൻ പറയുന്നില്ല. അങ്ങനെയില്ല. ഇല്ല. ലാലേട്ടൻ ആകണമെന്നില്ല, വേറെ ആർട്ടിസ്റ്റുകളാകാം. ഒരു സിനിമ എടുക്കാൻ ആഗ്രഹം. സിനിമ എടുക്കാൻ ആഗ്രഹമുണ്ട്. അത് ഏത് ആർട്ടിസ്റ്റും അത് എനിക്ക് ഞാൻ 2024 അല്ലെ 2030 ഒന്നും പറയുന്നില്ല. നമ്മളൊരു സിനിമ എടുക്കാൻ ആഗ്രഹമുണ്ട്, അത് നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. അങ്ങനെ ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും എല്ലാം നല്ലതാവട്ടെ. എല്ലാം പോസിറ്റീവായിട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ഞാൻ അത് ചോദിക്കാൻ കാരണം വെച്ചാൽ ഇത്രയും കണക്ഷനുള്ള ലാലേട്ടൻ്റെ ഒക്കെ അടുത്ത് ഇത്രയും അത് നേരത്തെ ഞാൻ ഫഹദായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു കുറേ മുമ്പ്. ഫഹദ് എൻ്റെ ഒരു 20ഓളം ഷോറൂം ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരോടും അങ്ങനെ ഒരു ഡിസ്കഷൻ പറഞ്ഞത്. ആ സമയത്ത് കുറേ മുമ്പ് സിനിമ ചെയ്യുന്നതിനെ കുറിച്ച്. ഇപ്പം അതിന് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ ഇപ്പം എൻ്റെ 2025 യാത്രയാണ്. എൻ്റെ ബിസിനസ് എവിടെ എത്തിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അന്ന് ഫഹദൊക്കെ ആലോചിച്ച് ആ സമയത്ത് നടക്കാതെ പോയി. അല്ലെങ്കിൽ അപ്പൊ അത് നടന്നേനെ. അന്ന് നടന്നേനെ. ഇപ്പം അങ്ങനെ നിർബന്ധമായിട്ട് അതിലേക്കുള്ള ഒരു കോൺസെൻട്രേഷനും ഇല്ല. സിനിമ എന്നുള്ള സംഗതി ഒന്നുമില്ല. ഇപ്പം ഫുള്ളി എനിക്ക് എൻ്റെ പാഷൻ എന്ന് പറയുന്നത് എൻ്റെ ബിസിനസ്സാണ്. ഞാനൊരു സ്വന്തമായിട്ട് ഇപ്പോൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഞങ്ങൾ മൊബൈൽ ഫോണിൻ്റെ കംപ്ലീറ്റ്ലി ആക്സസറീസ് ഓൾറെഡി ഈ ഓണത്തോടു കൂടി മാർക്കറ്റിലെത്തി. വലിയൊരു സന്തോഷമാണ്. അപ്പോൾ അത് ഈ ഒരു അവസരത്തിൽ ഞാൻ എല്ലാ എൻ്റെ കസ്റ്റമേഴ്സിനോടും അതിൻ്റെ നന്ദി പറയണം. കാരണം ഞങ്ങൾ ഇത്ര ചെറിയ കാലയളവിനുള്ളിൽ ഏകദേശം 80 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് ഇന്ന് മൈജിക്കുണ്ട്. ആ കസ്റ്റമേഴ്സിൻ്റെ ഒരു പിന്തുണയോടുകൂടിയാണ് ഞാൻ പുതിയ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി സക്സസ് ആയി. ഇപ്പം മാർക്കറ്റിൽ ഓൾറെഡി വന്നു. കംപ്ലീറ്റ് മൊബൈൽ ഫോൺ ആക്സസറീസിൻ്റെ എല്ലാ സെഗ്മെൻറ്റും വന്നു. സ്മാർട്ട് ടി വി ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? സ്മാർട്ട് ടി വി വന്നു. അതേപോലെ കിച്ചൺ അപ്ലയൻസ് വന്നു. അപ്പം നമ്മൾ കിച്ചണിലേക്കുള്ള ബിരിയാണി പൂട്ട് മുതൽ ഫ്രൈ പാൻ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും വന്നു. ഞാൻ തൊടുപുഴയിൽ പോകുമ്പോൾ, ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പോയി മൈജിയുടെ ഷോറൂമിൽ നിന്ന് ഈ ടി വി എടുത്ത്. അത് ലാസ്റ്റാണെന്ന് വേറെ ആളെടുത്ത് നോക്കിയപ്പോൾ അന്ന് തീർന്നു എന്നാണ് പറഞ്ഞത്. നല്ല കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നല്ല റെസ്പോൺസാണ്. റീസണബിൾ പ്രൈസാണ്. നല്ല ക്വാളിറ്റി ഉള്ള. ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു R&D തന്നെ ഇതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നല്ല രീതിയിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ അതിൻ്റെ ബാക്കിലുണ്ട്. ഈ പ്രൊഡക്ഷൻ ഇതിൻ്റെ ബാക്കിൽ. ഇതെനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഇത് കേരളത്തിലേക്ക് ഇപ്പം നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനി, ഇപ്പം ടി വി ആയിക്കോട്ടെ, കിച്ചൺ അപ്ലയൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ കേരളത്തിൽ തുടങ്ങണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുവഴിയും ഒരുപാട് സ്ത്രീകൾക്കും ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കാം. അതിൽ ഭയങ്കര സന്തോഷമാണ് ജോലി കൊടുക്കുന്ന കാര്യം. എനിക്ക് ആ മുഖത്ത് കാണുമ്പോൾ ജോലി എന്ന് പറയുമ്പോഴേ വാപ്പിച്ച് പറഞ്ഞു വെച്ച വാക്ക് പാലിച്ചു പോകുമ്പോൾ ഭയങ്കര മനസ്സിന് സന്തോഷം അല്ലേ? അതെനിക്ക് ആ മനസ്സിൽ നിന്ന് കൃത്യം അത് പറയും തോറേ. അപ്പം അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാനും. ഇപ്പം മാനുഫാക്ചറിങ്ങിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഹെവി റിസ്ക്കാണ്. അതെ. അപ്പം ആ റിസ്ക് നമ്മൾ ഏറ്റെടുത്താലും നമ്മൾ അതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിലേക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ അതിലേക്കായിട്ട് വലിയൊരു റിസ്ക് നേരത്തെ പറഞ്ഞൊരു കാര്യം എടുത്തിട്ടുണ്ടോ, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സ്ത്രീകൾ നയിക്കുന്ന ഒരു സർവീസ് സെൻറ്റർ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾ മാത്രം. കാരണം പൊതുവേ സ്ത്രീകൾ ഈ ഏരിയയിലേക്ക് സർവീസ് സെൻറ്ററിലേക്ക് വരാൻ മടിക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തൊക്കെ തന്നെ സാധ്യതകൾ ഒരുപാട് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണത്. പക്ഷെ അതിലേക്ക് സ്ത്രീകൾ വരാറില്ല. പക്ഷെ അങ്ങനെ ഞാൻ ചിന്തിച്ച സമയത്താണ് ഞാൻ ഇങ്ങനൊരു മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം എന്നുള്ള ആഗ്രഹിച്ചു.
കാരണം ഞാൻ 2006 മുതൽ കസ്റ്റമറുടെ കെയറിങ്ങും അതേപോലെ തന്നെ ആഫ്റ്റർ സർവീസിനും ഇമ്പോർട്ടൻ്റ് ഉള്ളത് കൊണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും ഞാൻ സർവീസ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ തന്നെ ആരും ചെയ്യാത്ത ഒരു റീറ്റെയിൽ ചെയിൻ ആരും ചെയ്യില്ല. കാരണം ഒരു സ്ഥാപനത്തിൻ്റെയും അകത്ത് സർവീസ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യില്ല. കാരണം സർവീസ് എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആണല്ലോ, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ അതൊരു റിസ്ക് എടുക്കാൻ ആരും തയ്യാറല്ല. പക്ഷേ ഞാനത് 2006 മുതൽ എൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും സർവീസ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ നിർബന്ധമായിരുന്നു. കാരണം സ്ത്രീകൾ ഉപയോഗിക്കുന്ന, ഇപ്പം നമ്മൾക്ക് അറിയാലോ, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഫോണുകളിലും ഒരുപാട് സീക്രട്സുകളുണ്ടാവും. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്ന അവരുടെ പല ഫോട്ടോസുകളും കാര്യങ്ങളും, അങ്ങനെ പല കാര്യങ്ങളും വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള പല. അപ്പോൾ ഇത് പലപ്പോഴും സ്ത്രീകൾ റിപ്പയർ ചെയ്യാൻ, സർവീസ് ചെയ്യാൻ അവർ മടിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയോട് പറയുന്ന സാധനം ഒരു പുരുഷനോട് ചിലപ്പം പറയാൻ, അവർ സർവീസ് സെൻറ്ററിൽ വന്നിട്ട് പറയാൻ അവർ മടി കാണിക്കാറുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ആ സ്ഥാപനം വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ 2 വർഷം മുമ്പ് ആ സ്ഥാപനം തുടങ്ങിയ സമയത്ത് 14 സ്റ്റേറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് ഫ്രീ ആയിട്ട് പഠിപ്പിച്ച് അവർക്ക് സ്വന്തമായിട്ടൊരു സർവീസ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇന്ന് കേരളത്തിലുള്ള മൈജിയിലുള്ള മേജർ സ്റ്റോറുകളെല്ലാം സ്ത്രീ സാന്നിധ്യമുണ്ട്. വലിയൊരു കോൺസെപ്റ്റാണ്. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിരവധി കുട്ടികൾ അവിടുന്ന് പഠിച്ചപ്പം സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങുകയും അതോടൊപ്പം തന്നെ ഗൾഫിലേക്ക് പോവുകയും ഒരുപാട് പിന്നെ സ്റ്റുഡൻസ് ഇപ്പോൾ പഠിച്ചിറങ്ങി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ വരുന്ന പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് സാധ്യതകളുള്ള ഏരിയയാണ്. അപ്പം അത്തരം പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് നമ്മളെ മൈജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് വളരെ ചെറിയ കാലയളവിനുള്ളിൽ ഇത് പഠിച്ചെടുത്ത് നല്ല രീതിയിലുള്ള ഒരു ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റും. ഈ കോൺസെപ്റ്റ് പല ആളുകൾക്കും അറിയില്ല. ഈ പറഞ്ഞ ഫോൺ നമ്മളെ പല രഹസ്യങ്ങളായിരിക്കും പല ആളുകളുടെയും ഫോണിൽ. നമ്മൾ ഫോൺ ചൈത്യാൽ കളയുന്ന ആളുകളാണ് കൂടുതൽ. നമ്മളതിനെ വെച്ചാൽ നമ്മളെ എല്ലാ സർവീസ് സെൻ്ററുകളും ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ സർവീസ് ചെയ്യുന്നത്. നമ്മളെ ബാക്ക് എൻഡിൽ എനിക്ക് സെപ്പറേറ്റ് ക്യാമറ വെച്ച് ഞാൻ ഒരു മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാലും നിങ്ങൾക്ക് ആസ് ഒരു കസ്റ്റമർ ആയാലും അവർക്ക് കണ്ടുകൊണ്ട് മാത്രമാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഹിഡനായിട്ടുള്ള ഒരു പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് വളരെ നല്ല രീതിയിൽ നമുക്ക് 2006 മുതൽ 2021 വരെ ഇന്ന് വരെ ഒരു കംപ്ലയിൻറ്റ് അതുകൊണ്ട് ഉണ്ടായിട്ടില്ല. അത്രയും അത് ഫോക്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ ആ ഏരിയ. കാരണം ചെറിയൊരു മിസ്റ്റേക്ക് ഒരു സ്റ്റാഫ് ചെയ്താൽ ഞങ്ങളുടെ കംപ്ലീറ്റ്ലി ഇമേജ് പോകും. അത്രത്തോളം സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ ആ സർവീസ് സെൻറ്ററിനെ കൊണ്ടുവരുന്നത്. അത് വലിയ സക്സസ് ആണെന്ന് വേണം പറയാം. വലിയ സക്സസ്. അതെ അതെ, 100%. കാരണം അവരൊക്കെ തന്നെ എൻ്റെ കൂടെ എല്ലാ ആൾക്കാരും ഓണർഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അവർ ജോലി ചെയ്യല്ല, അവരുടെ സ്വന്തം സ്ഥാപനമായിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റായിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ട് എൻ്റെ പാർട്ട്ണർമാരാണ് അവർ. അതെ അതെ അതെ, ഞാൻ അതിലേക്ക് തന്നെ വരുമായിരുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജീവനക്കാരെല്ലാവരും നമ്മൾ ഇടവും വലവും ചേർത്ത് വെച്ചിരിക്കുകയാണ് അവരല്ലേ. അവർ പല ഉപദേശങ്ങളും തരാറുണ്ടല്ലോ. ഇപ്പം ഷാജിക്ക ഒരു എവിടേക്കും പോകുമ്പോൾ എല്ലാ സ്റ്റാഫിനെയും കാണുന്നുണ്ടല്ലോ, എവിടെയും എല്ലാ ഷോറൂമിലും. അപ്പോൾ അവർ തരുന്ന ഉപദേശങ്ങളുണ്ടാവുമല്ലോ, ഇങ്ങനെ നമ്മളോട് വന്ന് തുറന്ന് ഓപ്പണായിട്ട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ, നല്ല സജഷൻസ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമല്ലോ. നല്ല ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ മാത്രമല്ല, ഇതൊരു ടീം വർക്കാണല്ലോ. അപ്പം നല്ലത് എന്തായാലും നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ടീമെന്നായാലും സ്റ്റോറിൽ ഒക്കെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്നായാലും ഒക്കെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. പുതിയ പുതിയ ഷോപ്പിലേക്ക് ആളുകൾ എടുക്കുന്നത് എങ്ങനെയാണ്? എല്ലാം നമ്മളല്ല, എല്ലാം ഷാജിക്കല്ല. അതാണ് നമ്മൾ എടുത്ത് പറയുന്നത്. ഈ കമ്പനിയുടെ വിജയം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട്. അതിൽ കസ്റ്റമേഴ്സിനും നല്ല, കാരണം അതില്ലെങ്കിൽ ഇത്രയും അധികം കസ്റ്റമർ നമുക്ക് ഉണ്ടാവില്ലല്ലോ.